ജലീൽ കണ്ണമംഗലം കൂടി ചേരുകയാണ്. ജലീൽ, കഴിഞ്ഞ രാത്രിയിലും സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ഈ താൽക്കാലിക വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നുവെന്ന വാർത്തകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം സ്ഥിതിഗതികളിൽ മെച്ചമുണ്ടായിട്ടുണ്ടോ? വിവരങ്ങൾ. കൃഷ്ണ ഗോകുൽ, മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപനവും പ്രതീക്ഷയും ഒക്കെ നിലനിൽക്കുമ്പോഴും കഴിഞ്ഞ മണിക്കൂറുകളിലും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. സൗദിക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി, UAE-ക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി, ഖത്തറിന് നേരെ ആക്രമണമുണ്ടായി, ബഹ്റൈനിൽ അപായ സൈറൺ മുഴങ്ങി, ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറാൻ അധികൃതർ ആവശ്യപ്പെട്ടു. സൗദിയിലെ റിയാദ്, കിഴക്കൻ മേഖല, യാംബു, അൽഖർജ് ഭാഗങ്ങളിലും ജനങ്ങൾക്ക് അപായ മുന്നറിയിപ്പ് മെസ്സേജുകൾ ലഭിച്ചു. അതേസമയം മേഖലയിൽ രണ്ടാഴ്ചത്തെ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന്റെ വലിയൊരു ആശ്വാസമുണ്ട്. സമാധാനം തിരിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. സൗദി ഉൾപ്പെടെ ഗൾഫ് മേഖലയിലെ സ്വദേശികളും പ്രവാസികളും എല്ലാം വലിയ ആശങ്കയിലാണ് നിലവിലുള്ളത്. ഇതിനൊരു അറുതി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ സൗദിക്ക് നേരെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ മാത്രം 33 ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളാണ് സൗദിക്ക് നേരെ ഉണ്ടായത്. ആളുകളുടെ മൊബൈൽ ഫോണുകളിൽ തുടർച്ചയായ അപായ മുന്നറിയിപ്പ് മെസ്സേജുകൾ വരുന്നു, സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ പറയുന്നു. ഇങ്ങനെയുള്ള സാഹചര്യം ജനങ്ങൾക്കിടയിൽ ഒരു ഭീതി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നാൽ അത് ഇറാനും അമേരിക്കയും ഇസ്രായേലും ഒക്കെ പാലിച്ചാൽ വലിയ ആശ്വാസമാണ്. ഏകദേശം 3 മണിക്കൂർ മുമ്പ് സൗദി പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം സൗദിയുടെ കിഴക്കൻ മേഖലയിൽ 5 തവണ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി. കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമിട്ടെത്തിയ 5 ബാലിസ്റ്റിക് മിസൈലുകളും പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ വിജയകരമായി തകർത്തു. ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് വലിയ ആശ്വാസമാണ്. പ്രതിരോധ മന്ത്രാലയ വക്താവ് തുർക്കി അൽ മാലിക്കിയാണ് ഈ വിവരം പുറത്തുവിട്ടത്. കണക്കുകൾ പരിശോധിച്ചാൽ ഇതുവരെ 907 ഡ്രോണുകളും 88 ബാലിസ്റ്റിക് മിസൈലുകളും സൗദി തകർത്തിട്ടുണ്ട്. അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് മുമ്പ് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. വെടിനിർത്തൽ വ്യവസ്ഥകളെ കുറിച്ച് ഇരുവരും സംസാരിച്ചിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം സൗദിക്ക് ഉറച്ച പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. സമാധാന ചർച്ചകൾ നടത്തുമ്പോഴും സൗദിക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നത് തുടർന്നാൽ അത് സമാധാനത്തിന് തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ സൗദിയോടൊപ്പം തങ്ങൾ ഉറച്ചു നിൽക്കും എന്നൊക്കെ പാകിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പുറമെ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ പാകിസ്ഥാൻ, ബഹ്റൈൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും കഴിഞ്ഞ മണിക്കൂറുകളിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ മേഖലയിൽ എല്ലാം സാധാരണ നിലയിലാകുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് ഹജ്ജ് സീസൺ ആരംഭിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ സൗദിയിൽ എത്തി തുടങ്ങും. യുദ്ധം തുടരുകയാണെങ്കിൽ അത് രാജ്യകർമ്മങ്ങളെയും ഹജ്ജ് യാത്രകളെയും ഒക്കെ ബാധിക്കുമെന്ന ആശങ്ക ഉണ്ടായിരുന്നു. ഈ ആശങ്കയൊക്കെയാണ് ഇപ്പോൾ ഒഴിയുന്നത്. സൗദിയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ജനജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യമെങ്കിലും വിമാന സർവീസുകളുടെ എണ്ണം കുറഞ്ഞതിനാൽ അത് പ്രവാസികളുടെ യാത്രയെ ബാധിച്ചിരുന്നു. ഷോപ്പിംഗ് കേന്ദ്രങ്ങളെയും കാര്യമായ യുദ്ധം ബാധിച്ചിരുന്നു. ജബലലി ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിലെ തുറമുഖങ്ങൾ അടച്ചതിനാൽ ഈ ചരക്ക് നീക്കത്തെ ബാധിച്ചു. ഈ മാർക്കറ്റിൽ സാധനങ്ങളുടെ ലഭ്യത കുറവുണ്ടായി. എന്നാൽ ഇനി എല്ലാം സാധാരണ നിലയിലാവും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഗോകുൽ, കൃഷ്ണ. ശരി, ജലീൽ കണ്ണമംഗലമാണ് സൗദിയിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. ഏതായാലും അറബ് രാജ്യങ്ങൾക്കെല്ലാം ഒരു ആശ്വാസകരമായ വാർത്തയാണ്, പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്. ആക്രമണങ്ങൾക്കൊരു ഇടവേള, അത് കേവലം ഹോർമൂസിന്റെ കാര്യത്തിലുള്ളൊരു നിയന്ത്രണത്തിനപ്പുറത്തേക്ക് ആക്രമണങ്ങൾ നിർത്തിവെക്കുമെന്ന് പറയുന്ന പ്രഖ്യാപനമാണ് അറബ് രാഷ്ട്രങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നത്. അവർക്ക് സമാധാനപരമായ ഒരു ജീവിതം, വ്യവസായമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അവരുടെ ടൂറിസം ഒക്കെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാമെന്ന് പ്രതീക്ഷ ലഭിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.